നമസ്കാരം. ബി.ജെ.പി തമിഴ്നാട് ഘടകം അധ്യക്ഷൻ കെ അണ്ണാമലയെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ കടുത്ത പ്രതിഷേധം ഇപ്പോഴും തമിഴ്നാട്ടിൽ വ്യാപകമായി അലയടിക്കുകയാണ്. 1998-ലെ കോയമ്പത്തൂർ സ്ഫോടന പരമ്പരയിൽ മുഖ്യപ്രതി അൽ ഉമ നേതാവ് എസ് എ ഭാഷയുടെ ശവസംസ്കാര ചടങ്ങുകൾക്കിടെ ആഘോഷപൂർവ്വം അതിനൊരു അനുമതി സ്റ്റാലിൻ സർക്കാർ കൊടുത്ത സംഭവത്തിലാണ് പ്രതിഷേധം ഇപ്പോൾ നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ബി.ജെ.പി കോയമ്പത്തൂരിൽ കരിദിനം ആചരിച്ചിരുന്നു. നിരവധി മരണങ്ങൾക്കിടയാക്കിയ തീവ്രവാദിക്ക് രക്തസാക്ഷി പരിവേഷം നൽകുന്നതിൽ പ്രതിഷേധിച്ചാണ് തമിഴ്നാട് സർക്കാരിനെ അപലപിച്ച് കോയമ്പത്തൂർ ഗാന്ധിപുരം വി.കെ.കെ. മേനോൻ റോഡിൽ ബി.ജെ.പി ഇന്നലെ റാലി നടത്തിയത്. റാലിയിൽ തമിഴ്നാട് ബി.ജെ.പി അധ്യക്ഷൻ അണ്ണാമലൈ, കോയമ്പത്തൂർ സൗത്ത് മണ്ഡലം എം.എൽ.എ. വനതി ശ്രീനിവാസൻ, ഹിന്ദു മുന്നണി സംസ്ഥാന പ്രസിഡന്റ് കാടേശ്വര സുബ്രഹ്മണ്യം, വിശ്വ ഹിന്ദു പരിഷത്ത് കോയമ്പത്തൂർ സെക്രട്ടറി ശിവലിംഗം തുടങ്ങിയ 1000-ലധികം പേർ പങ്കെടുത്തു. ഈ റാലിക്ക് അനുമതി നൽകിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് ഇവരൊക്കെ അറസ്റ്റ് ചെയ്ത് മാറ്റുകയായിരുന്നു. വലിയ രീതിയിൽ ഒരു തീവ്രവാദിയെ എന്തുകൊണ്ട്, ആവശ്യത്തിന്റെ പേരിലാണ് 1998 കാലയളവിൽ കോയമ്പത്തൂരിൽ തന്നെ പിടിച്ചു കുലുക്കി 58 പേർ മരിക്കുകയും 20ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഒരു ബോംബ് ആക്രമണം, ഭീകരാക്രമണം നടന്ന പ്രതിയെ അവരുടെ ആ വ്യക്തിയുടെ ശവ സംസ്കാര ചടങ്ങുകൾക്ക് ആ വ്യക്തിയുടെ ബോഡി ഒരു ഘോഷയാത്രയെ തമിഴ്നാടിന്റെ മണ്ണിലേക്ക് കൊണ്ടുപോകാൻ സ്റ്റാലിൻ സർക്കാർ എന്തിന് അതിനൊരു അനുമതി നൽകിയെന്നാണ് ബി.ജെ.പിയും അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ ജനങ്ങൾ ഒന്നടക്കം ചോദിക്കുന്നത്. കാരണം ആ ഒരു സംസ്ഥാനം ഭരിക്കുന്ന ഒരു സർക്കാർ ഇങ്ങനത്തെ ഒരു ഭീകരാക്രമണ കേസിലെ പ്രതിയുടെ മരണത്തിന് ഇത്രയേറെ ഒരു സൗകര്യം ചെയ്തു കൊടുക്കുമ്പോൾ അത് രാജ്യത്തിന് തന്നെ അല്ലെങ്കിൽ സംസ്ഥാനത്തിന് തന്നെ അത് ജനങ്ങളുടെ മനസ്സിൽ അത് തെറ്റായ ഒരു സന്ദേശം തന്നെ എത്തുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം പറയുന്നത്. തമിഴ്നാട്ടിൽ ഇപ്പോഴും അതിന്റെ തീവ്രത, അലോടികൾക്ക്, ആ സമരങ്ങൾക്ക് ഇപ്പോഴും ഒരു അന്തിമം കുറിച്ചിട്ടില്ല. കാരണം സ്റ്റാലിൻ സർക്കാർ ഇതിന് ഒരു ഉത്തരം പറയണം, അല്ലെങ്കിൽ സ്റ്റാലിൻ സർക്കാർ അതിന് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ബി.ജെ.പി സ്റ്റാലിന്റെ ഓഫീസിന്റെ പുറത്ത്, അതായത് തമിഴ്നാട് സെക്രട്ടറി അടക്കം അവർ പ്രതിഷേധ മാർച്ച് നടത്തിയത്. അതുപോലെ തന്നെ ബി.ജെ.പി തമിഴ്നാട് ഘടകം അണ്ണാമലയെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ആയിരക്കണക്കിന് ജനങ്ങൾ ഒരു മാർച്ച് തന്നെ നടത്തി. ഇതിൽ പോലീസ് 1000-ൽ പരം ആളുകളെ അറസ്റ്റ് ചെയ്ത് നീക്കിയതും വലിയ രീതിയിൽ ഒരു സംഘർഷത്തിന്റെ ഒരു കാര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നടക്കുന്ന ഏറ്റവും പ്രധാന വിഷയം. കാരണം ദ്രാവിഡ മണ്ണിൽ ഒരിക്കലും അവർ തീവ്രവാദിയെ സപ്പോർട്ട് ചെയ്യില്ല. കാരണം ഒരു തീവ്രവാദിയെ സപ്പോർട്ട് ചെയ്യുന്നത് വഴി തമിഴ്നാട് സർക്കാർ അവർക്കൊപ്പമാണ് എന്നുള്ള ഒരു സന്ദേശമാണ് ഇപ്പോൾ നൽകി കഴിഞ്ഞിരിക്കുന്നത്. കൂടാതെ സ്റ്റാലിൻ അധികാരമേറ്റത് മുതൽ സനാതന ധർമ്മത്തെയും ഹിന്ദു മതത്തെയും ഒക്കെ അവഹേളിക്കുന്നത് വലിയ രീതിയിൽ തമിഴ്നാട് ജനതയുടെ മനസ്സിൽ സ്റ്റാലിൻ സർക്കാരിനെതിരെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് വന്നിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ബി.ജെ.പിയുടെ തമിഴ്നാട് ഘടകം അധ്യക്ഷനായ അണ്ണാമലൈ തിരിച്ചു വന്നതോടുകൂടിയാണ് സ്റ്റാലിന്റെ ഓരോ മറുപടിക്കും അണ്ണാമലൈ ഇപ്പോൾ വലിയ തോതിൽ ഒരു വ്യക്തമായ ഒരു കുറികുത്തുന്ന രീതിയിലേക്ക് മറുപടി നൽകിയത്. വിശ്വ ഹിന്ദു പരിഷത്ത് കോയമ്പത്തൂർ സെക്രട്ടറി ശിവലിംഗത്തിനെ ഉൾപ്പെടെ ഇപ്പോഴും അവർ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവരൊക്കെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് തമിഴ്നാട് പോലീസിന്റെയും അതുപോലെ തന്നെ ഡി.ജി.പിയുടെ ഓഫീസിന് മുന്നിലൊക്കെ ബി.ജെ.പി പ്രവർത്തകരും അതുപോലെ തന്നെ തമിഴ്നാട് ജനതയും വലിയ രീതിയിൽ സമരവുമായി എത്തിയത്.